Hi all, welcome back. Tamil sir ആണ് K2ന്റെ EST130 Basics of Electrical Engineeringന്റെ Module 2ലെ 8th lecture series. അതായത് നേരത്തെ നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF പഠിച്ചു അല്ലേ. അതിൽ നമ്മൾ പറഞ്ഞു ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട് പറഞ്ഞു. അതിൽ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFൽ നമ്മൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFും മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്. അതിൽ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇതിൽ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMFും മ്യൂച്വൽ ഇൻഡക്റ്റൻസും അതേപോലെ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് ഇത്രയും പോർഷൻസ് ആണ് ഇതിൽ കവർ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ ഇൻഡ്യൂസ്ഡ് എം എഫ് എന്താ നോക്കി. ഇൻഡ്യൂസ്ഡ് എം എഫ് രണ്ട് ടൈപ്പ് ഉണ്ട് പറഞ്ഞു. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് എം എഫും സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് എം എഫും. കണ്ടക്ടർ മൂവ് ചെയ്യുകയും പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നതാണ് നമ്മളെന്ത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് എം എഫ്. കണ്ടക്ടർ എവിടെയാണോ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നത് അതിനാണ് നമ്മൾ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് എം എഫ് എന്ന് പറയുക. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് എം എഫിന് രണ്ടുണ്ടെന്ന് പറഞ്ഞു. അതിലൊന്ന് എന്താണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫും അടുത്ത് മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫും. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമ്മളെ ഈ കോയിലിൽ നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് കൊടുക്കും. ഈ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കോയിലിലൂടെ കറണ്ട് പോകുമ്പോൾ ഇവിടെ ഒരു ഫ്ലക്സ് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. അതായത് കോയിൽ എയിൽ കറണ്ട് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കറണ്ട് വേരിയിങ് ആക്കി കഴിഞ്ഞാൽ ഈ ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യുന്നത് അടുത്ത തന്നെ നമ്മൾ വേറൊരു കോയിൽ ബി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കോയിൽ ബിയിൽ എന്ത് ചെയ്യും, ഈ ഫ്ലക്സ് എന്താണ് വേരിയിങ് ഫ്ലക്സ് എന്ത് ചെയ്യും, ഈ കണ്ടക്ടറിന് എന്ത് ചെയ്യും, കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ പറയുക മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഈ രണ്ട് കോയിൽ എയും കോയിൽ ബിയുടെ രണ്ടും കൂടിയിട്ടുള്ള എന്താണ് പറയുക, കട്ട് ചെയ്യുന്ന ആ ഫ്ലക്സിനാണ് പറയുന്നത് മ്യൂച്വൽ ഫ്ലക്സ് പറയാം. അപ്പോൾ ദ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഡ്യൂ ടു ദ ചേഞ്ചിങ് കറണ്ട് ഇൻ ദ നൈബറിംഗ് കോയിൽ ഈസ് കോൾഡ് മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ദ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഡ്യൂ ടു ദ ചേഞ്ചിങ് കറണ്ട് ഇൻ ദ നൈബറിംഗ് കോയിൽ ഈസ് കോൾഡ് മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകൂടി ഞാൻ പറയാം. കൺസിഡർ ടു കോയിൽസ് എ ആൻഡ് ബി placed adjacent to each other. Okay, a part of the magnetic flux produced by coil A passes through coil B, or we can say that it is linking coil B. The flux which is common to both the coils A and B is called mutual flux. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഫ്ലക്സിനെയാണ് നമ്മൾ എന്താ പറയുക, മ്യൂച്വൽ ഫ്ലക്സ്. If the current in coil A is varied, the mutual flux also varies. Hence, an EMF is induced in the both coils. A self-induced EMF ആയിരിക്കും, B എന്തായിരിക്കും, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ആയിരിക്കും. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്നും ജസ്റ്റ് എഴുതിയതാണ്. കാരണം എൻ്റെ കോളേജിലല്ലാത്ത കുട്ടികളുണ്ടല്ലോ, അവർക്കും കൂടി ഹെൽപ്പാണ്. കൺസിഡർ ടു കോയിൽസ് എ ആൻഡ് ബി പ്ലേസ്ഡ് അഡ്ജസൻറ്റ് ടു ഈച്ച് അതർ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. നമ്മൾ പറഞ്ഞ പോലെ അതിൽ ഒരു പാർട്ട് ഫ്ലക്സ് എന്ത് ചെയ്യും, കോയിലെ ഏതൊരു ലിങ്ക് ചെയ്യും, കോയിൽ ബീനെ ലിങ്ക് ചെയ്യും. അപ്പോൾ രണ്ട് കോയിൽ എനും കോയിൽ ബീനും കോമൺ ആയിട്ടുള്ളതിനാണ് നമ്മൾ പറയുക മ്യൂച്വൽ ഫ്ലക്സ് പറയാം. ഇനി കോയിൽ എയിലത്തെ കറണ്ട് വേരി ചെയ്ത് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫ്ലക്സ് ആൾസോ വേരീസ്. അതുകൊണ്ട് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. എവിടെയൊക്കെ ഉണ്ടാവും, കോയിൽ എയിലുള്ളത് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫും കോയിൽ ബിയിലുള്ളത് എന്തായിരിക്കും, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്തെടുത്താൽ മതി. നൗ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഗിവൺ ബൈ ഫാരഡേസ് ലോ. എന്താണ് ഇ എം എന്ന് പറഞ്ഞാൽ എന്താണ്, മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആയതുകൊണ്ടാണ് ഇ എം എന്ന് പറയുന്നത്. ഈസ് ഈക്വൽ ടു എൻ ബി ഇൻറ്റു ഡി ഫൈവ് എം ബൈ ഡി ടി. എൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എൻ ബി ഈസ് നത്തിങ് ബട്ട് നമ്പർ ഓഫ് കോയിൽസ് ഓഫ് ബി ആണ്. കാരണം ഈ കോയിലല്ലേ കട്ട് ചെയ്യണത്. ഇനി ഡി ഫൈവ് എം ബൈ ഡി ടി, ഫൈവ് എം എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. ഇവിടെ എന്താണ്, മ്യൂച്വൽ ഫ്ലക്സിൻ്റെ ലിങ്കേജ് കാരണം കൊണ്ടാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇ എം ഈസ് ഈക്വൽ ടു എൻ ബി ഡി ഫൈവ് എം ഡി ടി, വെർ എൻ ബി ഇസ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽ ബി, ഡി ഫൈവ് എം ബൈ ഡി ടി ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മ്യൂച്വൽ ഫ്ലക്സ്, ഫൈവ് എം ഈസ് ദ ഫ്ലക്സ് കോമൺ ടു ബോത്ത് ദ കോയിൽസ്. ഇനി നമുക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ലെൻസസ് ലോ പ്രകാരമുള്ള ഡയറക്ഷൻ എന്താണെന്നുള്ളത് ശരിക്കും കേൾക്കുക. ദ ഡയറക്ഷൻ ഓഫ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, ദാറ്റ് ഈസ് വി ക്യാൻ സേ വിത്ത് റെസ്പെക്ട് ടു ലെൻസസ് ലോ, ഈസ് ഓൾവേസ് സച്ച് ആസ് ടു ഒപ്പോസ് ദ വെരി കോസ് പ്രൊഡ്യൂസിങ് ഇറ്റ്. ആ വെരി കോസ് എന്താണ് ഇവിടെ, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ കോയിൽ ബി ആണ്. ഓക്കെ, അതായത് ഈ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇൻ കോയിൽ ബി, അതായത് ആരുടെ കാരണം കൊണ്ടാണ് ഉണ്ടാവുന്നത്, ഇറ്റ് ഈസ് ദ
changing flux produced by coil A. Hence, the direction of induced current when the circuit is completed in the coil B, ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ it will be such that the flux set up by it will oppose the changing mutual flux produced by coil A. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും വെച്ചാൽ ഇത് സർക്യൂട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും വെച്ചാൽ ഇതിന് ഏറ്റവും കാരണക്കാരനായിട്ടുള്ള ആരാണ് ചേഞ്ചിങ് ഫ്ലക്സ് ഫൈ എം അല്ലേ കോയിലുള്ള അല്ലേ. അപ്പോൾ അതിന് നേരെ എന്ത് ചെയ്യും ഒപ്പോസ് ചെയ്യും. നെക്സ്റ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. നൗ മാഗ്നിറ്റ്യൂഡ് ഓഫ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു രണ്ട് കോയിൽ ഞാൻ വരച്ചു വെച്ചു, കോയിൽ എയും കോയിൽ ബിയും. ഓക്കെ, നമ്മൾ ഈ രണ്ട് കോയിൽ അഡ്ജസൻ്റ് ആയിട്ട് വെച്ചു വിചാരിക്കാം. ഓക്കെ, ഒരു കറണ്ട് I1 ഇതിനെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലക്സ് എന്ത് ചെയ്യും ഇവിടെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ ഫ്ലക്സിൻ്റെ ഒരു പാർട്ട് എന്ത് ചെയ്യും കോയിൽ ബി അഡ്ജസൻ്റ് ആയിട്ടുള്ള കോയിൽ ബീനും എല്ലാതുമല്ല കുറച്ച് പാർട്ട് കോയിൽ ബീനും കട്ട് ചെയ്യും. അതിനെ ഞാൻ എന്ത് ചെയ്തു 512 എന്ന് പറഞ്ഞിട്ട് 512 എന്നുള്ള രീതിയിൽ നെയിം ചെയ്തു. ഓക്കെ, ഇനി ഇവിടുത്തെ കറണ്ട് വേരി ചെയ്ത് കഴിഞ്ഞാൽ ആ മ്യൂച്വൽ ഫ്ലക്സ് കട്ട് ചെയ്യുന്ന മ്യൂച്വൽ ഫ്ലക്സ് എന്ത് ചെയ്യും ഇതേപോലെ വേരി ചെയ്യും. വേരി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒരു ഇ എം എഫ് എയിലുണ്ടാവും, ഒരു ഇ എം എഫ് ബിയിലുണ്ടാവും. ഇ എം എഫ് എയിലുണ്ടാവുന്നതിന് നമ്മൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയും. ഇ എം എഫ് ബിയിൽ ഉണ്ടാവുന്നതിന് എന്ത് പറയും മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയും. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്ന ബിയിലത്തെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിനാണ് നമ്മൾ എന്താ പറയുക മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയാം. അപ്പോൾ നമുക്കൊരു കാര്യം പറയാം, ഇത് ശരിക്കും ഇലക്ട്രിക്കലി നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് പറയാൻ പറ്റില്ല, പക്ഷേ മാഗ്നറ്റിക്കലി എന്താണ് ദേ ആർ കപ്പിൾഡ്. ഇനി ലാർജർ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ കോയിൽ എ ആണെന്ന് വിചാരിക്കുക. ദ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്ത് കോയിൽ ബിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും കൂടുതലായിരിക്കും. അതല്ല, ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്ന കോയിൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ കോയിൽ ആണ്. ശ്രദ്ധിക്കണം, ഇ എം എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ എം എഫ് ഇ എം അതായത് മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ് കറണ്ട് ഇൻ കോയിൽ എ. കോയിൽ എയിലത്തെ കറണ്ടിൻ്റെ വേരിയേഷൻ കാരണമാണല്ലോ ഫ്ലക്സ് ഇവിടെ വേരി ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എന്ത് എഴുതാൻ പറ്റും, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു di1/dt. Or we can say that EM is equal to mutually induced EMF is equal to M into di1/dt, where M is the mutual inductance. Okay, അപ്പോൾ അതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. എം ഹെൻറിയിലാണ് പറയാം. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, ജസ്റ്റ് ഇംഗ്ലീഷിലേക്കിട്ട് പറയാം. കൺസിഡർ ടു കോയിൽസ് എ ആൻഡ് ബി വിച്ച് ഈസ് പ്ലേസ്ഡ് അഡ്ജസൻറ്റ് ടു ഈച്ച് അതർ. Okay, if a current I1 flows through coil A, what will happen? A flux will set up in coil A, and some of that flux will cut the adjacent coil B. That is called mutual flux, and it is denoted by 512. If current in coil A gets varied or make varied, what will happen? The mutual flux also will vary. So, and due to that, an EMF will induced in coil B. It is called as mutually induced EMF. So, here we can say that it is not electrically connected but magnetically connected or linked. If the larger is the rate of change of current in coil A, the greater will be the EMF induced in coil B. Otherwise, we can say that mutually induced EMF in coil B is directly proportional to the rate of change of current. That is written as EM is directly proportional to di1/dt. That is rate of change of current in coil A. Okay, so we are introducing a constant in order to avoid or eliminate this proportionality. Therefore, it is EM is equal to M into di1/dt, or M is termed as mutual inductance. Its unit is Henry. Now, next topic, expressions for mutual inductance. നമ്മൾ നേരത്തെ ചെയ്ത പോലെ we have three methods, first method, second method and third method. അത് നമ്മൾ 1 by 1 ആയിട്ട് ഇവിടെ ചെയ്യാൻ പോവാണ്. Now, first method, if the magnitude of mutually induced EMF, അത് ഏതാണ് magnitude of mutually induced EMF EM, and rate of change of current in coil A, that is di1/dt. അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയണം, മാഗ്നിറ്റ്യൂഡ് ഓഫ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫും
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ കോയിൽ എയും അറിയാമെന്നുണ്ടെങ്കിൽ we can find out mutual inductance. That is, നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ EM is equal to M into di1 by dt or M is equal to എന്താണ് EM by di1 by dt. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. Now second method. എന്താണ്? Now, we need to consider a figure like this. Let there be two magnetically coupled coils A and B. We have turns N1 N2. അപ്പോൾ നമ്മൾ ഇങ്ങനെ മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആയിട്ടുള്ള രണ്ട് കോയിൽസിനെ കൺസിഡർ ചെയ്യാണ് N1 N2 ടേൺസിൽ വരും. സപ്പോസ് എ കറണ്ട് I1 is flowing in coil A that produces a mutual flux phi12. The mutual flux phi12 is the part of the flux created by the coil A. അപ്പോൾ നമ്മൾ ഒരു കറണ്ട് I1, suppose a current I1 is flowing through this coil A, there will produce a mutual flux phi12. Okay, അപ്പോൾ ഈ mutual flux phi12 നമുക്കറിയാം ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് കോയിൽ ബി ഓൾസോ അല്ലേ. അപ്പോൾ ഈ phi12 ആണ് ശരിക്ക് കോയിൽ ബീനെ ലിങ്ക് ചെയ്യുന്നത്. അതാരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? കോയിൽ എ. അപ്പോൾ നമുക്ക് അറിയാം EM ഈസ് ഈക്വൽ ടു M ഇൻറ്റു di1 ബൈ dt ആണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. അത് തന്നെ ആര് കാരണം കൊണ്ടാണ്? ഇവിടുത്തെ കറണ്ട് കാരണം കൊണ്ടല്ലേ. അപ്പോൾ നമ്മളത് മുന്നേ പറഞ്ഞിട്ടുണ്ട് M ഇൻറ്റു അതാണ് ഇപ്പോൾ നമ്മൾ എഴുതിയത് അല്ലേ ഈ ഡി ഇത്. അപ്പോൾ ഇതിന് ഞാൻ ഒന്നുകൂടി എന്താക്കി എഴുതുന്നത് d ബൈ dt ഓഫ് M ഇൻറ്റു I1. ഓൾസോ വി നോ ദാറ്റ് എന്താണ് EM ഈസ് ഈക്വൽ ടു എന്താണ് ഇവിടുത്തെ കോയിലാണ് അല്ലേ. അപ്പോൾ N2 ഇൻറ്റു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആണ് ഞാൻ നോക്കാൻ പോകുന്നത് d∅12 ബൈ dt. ഞാൻ മറ്റേത് ചെയ്തുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ d ബൈ dt ഓഫ് N2 ഇൻറ്റു ∅12. ഇനി ഈ രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇക്വേറ്റിംഗ് above two equations, what will happen? We know that ഇവിടെ MI1 is equal to N2 ∅12 or M is equal to N2 ∅12 by I1. നമ്മൾ ആ സെൽഫ് ഇൻഡക്റ്റൻസ് ചെയ്തല്ല സെക്കൻഡ് മെത്തേഡ് തന്നെയാണ്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഹാവ് തേർഡ് മെത്തേഡ്. വാട്ട് ഈസ് തേർഡ് മെത്തേഡ്? ഇവിടെ നോക്കുക, ഈ ഫിഗറിൽ നോക്കുക. മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആണ് കോയിൽ എയും ബിയും. ഓക്കെ, അപ്പോൾ N1 കോയിൽ എയുടെയും N2 കോയിൽ 2ൻ്റെയാണ്. അപ്പോൾ മ്യൂച്വൽ ഫ്ലക്സ് പറഞ്ഞാൽ എന്തായിരിക്കും? മ്യൂച്വൽ നമ്മൾ മറ്റേതിൽ ചെയ്തില്ലേ ഫിസിക്കൽ ഡയമെൻഷനിൽ, അതേപോലെയാണ് പോകുന്നത്. മ്യൂച്വൽ ഫ്ലക്സ് ∅12 പറഞ്ഞാൽ എന്താണ്? MMF ബൈ റിലക്റ്റൻസ് അല്ലേ. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ഈക്വൽ ടു MMF എന്താണ്? ആര് കാരണം കൊണ്ടാണ് ഈ ഇതുണ്ടാവുന്നത്? N1 അല്ലേ. N1 I1 ഡിവൈഡ് ബൈ റിലക്റ്റൻസ് എന്താണ്? L ബൈ A μ0 μr അല്ലേ. ഇനി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ∅12 ഡിവൈഡ് ബൈ ഈ I1 ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ I1 ഈസ് ഈക്വൽ ടു N1 ബൈ L ബൈ A μ0 μr. ഇതാണ് ഒരു ഇക്വേഷൻ. ഓക്കെ, ഇനി സെക്കൻഡ് മെത്തേഡിൽ നമുക്കറിയാം M ഈസ് ഈക്വൽ ടു N2 ∅12 ബൈ I1 ആണ് അല്ലേ. M ഈസ് ഈക്വൽ N2 ∅12 ബൈ I1 അല്ലേ. അതെന്ത് ചെയ്യാം? നമ്മൾ ഇവിടേക്ക് ഏതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ∅12 ബൈ I1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? N2 M അല്ലേ. ഈ ∅12 ബൈ I1 എന്ത് ചെയ്യുക? നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇറ്റ് വിൽ ബി നമുക്ക് ഇത് എന്താണ് പറയുക? ഈ I1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ∅12 ബൈ I1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? N2 ഇൻറ്റു എന്ത് വരും? അല്ല, M ബൈ N2 വരും അല്ലേ. M ബൈ N2 അല്ലേ വരും. അപ്പോൾ ഒരു മിനിറ്റ്, ഇറ്റ് വിൽ ബി M
by n2 is equal to എന്ത് വരിക n1 by L by A mu 0 mu r, or m is equal to n1 n2 by L by A mu 0 mu r, or we can say that m is equal to n1 n2 by reluctance. അപ്പോൾ റിലക്റ്റൻസ് അറിയാം, n1 n2 അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, m കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ചെറിയൊരു ടോപ്പിക് കൂടി ഇതിൽ ഉൾപ്പെടുത്താണ്, കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്താ, ദ കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് കെ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. Between two coils is defined as the fraction of magnetic flux produced by the current in one coil that links the other. അതായത് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു കോയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഫ്രാക്ഷൻ, അത് ബാക്കിയുള്ളതിനെ എങ്ങനെ ലിങ്ക് ചെയ്യുന്നു എന്നുള്ള അതായത് ലിങ്ക് ചെയ്യണ ആ ഫാക്ടറിനാണ് ശരിക്കും നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഫ്രാക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കറന്റ് ഇൻ വൺ കോയിൽ ദാറ്റ് ലിങ്ക്സ് ദ അതർ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഒരു കോയിലത്തെ എല്ലാ ഇതും നമ്മൾ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്തായിരിക്കും 100%. അതായത് മ്യൂച്വൽ ഫ്ലക്സ് എത്ര ഉണ്ട് എന്നുള്ള ഏകദേശം തരുന്ന ഒരു ഐഡിയയാണ് ഏത് നമ്മളുടെ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ്. അതായത് നമ്മൾ മ്യൂച്വൽ ഫ്ലക്സ് അല്ല എങ്ങനെ ലിങ്ക് ചെയ്യുന്നുള്ള ആ ഫാക്ടർ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെൻ എൻ്റെ ഫ്ലക്സ് ഓഫ് വൺ കോയിൽ ലിങ്ക്സ് ദ അതർ, കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് ഈസ് 100%. ഇഫ് ഓൺലി ഹാഫ് ഓഫ് ദ ഫ്ലക്സ് സെറ്റപ്പ് ഇൻ വൺ കോയിൽ ലിങ്ക്സ് ദ അതർ, അതായത് നമ്മൾ ഫ്ലക്സ് കോയിൽ ഉണ്ടായി അതിൻ്റെ ഹാഫേ ലിങ്ക് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് 0.5 ആയിരിക്കും. ഇനി തീരെ ലിങ്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും കെൻ്റെ വാല്യൂ ഫ്രം ഇൻ ബിറ്റ്വീൻ 0 to 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ പറഞ്ഞതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു നോട്ട് പോലെ ജസ്റ്റ് ഒന്ന് എഴുതി തരാം. ഫുൾ എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാത്തിലും എഴുതിയിട്ടില്ല, ചെറുത് എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് തോന്നുന്നത് മാത്രമേ എഴുതുന്നുള്ളൂ. Now നമ്മൾ പറഞ്ഞ കാര്യം, when entire flux of one coil links the other, coefficient of coupling is 1, that is 100%. If only half the setup is linked, അതെന്താണ് coefficient of coupling 0.5 ആണ്. So if two coils have self inductance L1 and L2 and then mutual inductance, then m between them is given by m is equal to k root L1 L2, where k is the coefficient of coupling. ഇതാണ് ഒരു റിലേഷൻ. അപ്പോൾ k is equal to 1 ആവപ്പോഴാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദ കോയിൽ മാക്സിമം ആകുമ്പോൾ കെ എന്തായിരിക്കും 1 ആയിരിക്കും. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദ കോയിൽ തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ കെ എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ കെ നമ്മൾ ഫുള്ളി മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആണെങ്കിൽ കെ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. 0 മാഗ്നറ്റിക്കലി ഐസൊലേറ്റഡ്, ഇത് മാഗ്നറ്റിക്കലി ഫുള്ളി മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആണെങ്കിൽ പിന്നെ കെ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. എന്താണ് മാഗ്നറ്റിക്കലി ഐസൊലേറ്റഡ് ആണെങ്കിൽ, അതായത് ഒരു കപ്ലിങ്ങും ഇല്ല എന്നർത്ഥം. ഓക്കെ, ഐസൊലേറ്റഡ് ആയി. ഇതിൻ്റെ ഇനി നമുക്കൊരു ഡെറിവേഷൻ നോക്കാം. ഇനി വെൻ I1 ഫ്ലോസ് ത്രൂ കോയിൽ എ, ഇതിൻ്റെ ഡെറിവേഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം, ചിലപ്പോൾ ചോദിക്കാം. ഫ്ലോസ് ത്രൂ കോയിൽ എ, I1 കോയിൽ എയിൽ കൂടെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് L1 ഈസ് ഈക്വൽ ടു N1 ∅1 by I1 അല്ലേ. നമുക്കറിയാം L ഈസ് ഈക്വൽ ടു N∅I, അതിന് 1 ആയിട്ട് ഡിനോട്ട് ചെയ്തു മാത്രം. ഇനി അതിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M എന്തായിരിക്കും, M ഈസ് ഈക്വൽ ടു N2 ∅12 ഡിവൈഡഡ് ബൈ I1, വേർ ∅12 എന്താണ് K ഇൻറ്റു ∅1, വേർ വി ക്യാൻ സേ ദാറ്റ് ∅12 ഈസ് ഈക്വൽ ടു K ഇൻറ്റു ∅1. ഓക്കെ, ഒരു ഫ്രാക്ഷൻ ഓഫ് ഫ്ലക്സ് ഇൻറ്റു ∅1 അല്ലേ, അല്ല ആ കപ്ലിംഗ് കോഎഫിഷ്യൻ്റ് ഇൻറ്റു ആ ഫ്ലക്സ്. ഓ നമുക്കിവിടെ എമ്മിനെ എങ്ങനെ എഴുതാം, ഈ എമ്മിനെ എങ്ങനെ എഴുതാം, M ഈസ് ഈക്വൽ ടു ഈ ∅12 വരെ ഞാൻ എന്ത് K∅1 കൊടുത്തു, അപ്പോൾ എന്ത് N2 K∅1 by I1 എഴുതി. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇനി വെൻ I2 flows through coil B, what will be L2? L2 is equal to N2 into ∅2 into I2. L-ന് നമ്മൾ 2 കൊടുത്തു എന്നുള്ളൂ. അതേപോലെ M എന്തായിരിക്കും, M is equal to N1 ∅12 by I2. അപ്പോൾ ഇവിടെ ∅12 നമുക്ക് എന്തായിട്ട് എടുക്കാം, K ഇൻറ്റു ∅2. നേരത്തെ 5 ആയിരുന്നില്ലേ, K ഇൻറ്റു ∅2. അപ്പോൾ ഇത് ഇതിൽ ഇട്ട് കൊടുക്കുമ്പോൾ M എന്താവും, M is equal to എന്താണ് N1
k phi 2 by I2. This will be the second equation. ഇനി അപ്പോൾ നമ്മൾ എം സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? എം സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? N2 k phi 1. ഇത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണുണ്ട്, എന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ, കാരണം ഞാൻ മുകളിലേക്ക് കാണിക്കുന്നില്ല. ഇൻറ്റു ഇവിടെ എന്താണ്? N1 k phi 2 by I2. അതായത് ആ 1ൻ്റെയും 2ൻ്റെ അടുത്ത് എഴുതി, അത്രേ ഉള്ളൂ. ഇത് കണ്ട എം സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എമ്മും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതാ ഈ എമ്മും ആ എമ്മും കൂടി മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ്സ് ഓൾ. അപ്പോൾ അതിനെന്ത് ചെയ്തു? കെ സ്ക്വയർ ഇൻറ്റു N2 ഇൻറ്റു phi 2 I2 ആക്കി മാറ്റി. N2 ഒന്ന് ഗ്രൂപ്പ് ചെയ്തു. I2 ഇൻറ്റു N1 phi 1 I1. ഇതിൽ കെ സ്ക്വയർ ഇൻറ്റു N2 phi 2 I2. N2 phi 2 I2 നമ്മളിവിടെ എഴുതിച്ചിട്ടുണ്ട്. അതെന്താണ്? L2 ആണ് അല്ലേ? N1 phi 1 I1 എന്ത്? L1 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? കെ സ്ക്വയർ L1 L2 എന്ന് എഴുതി. ഇത് എം സ്ക്വയർ ആണ് അല്ലേ? ഓർ വി ക്യാൻ സേ ദാറ്റ് എം ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് L1 L2. ഇതാണ് നമ്മളവിടെ ഡിറൈവ് ചെയ്ത് വെച്ച് അല്ലേ? ഓർ വി ക്യാൻ സേ ദാറ്റ് കെ ഈസ് ഈക്വൽ ടു എം ബൈ റൂട്ട് ഓഫ് L1 L2. ദിസ് ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിങ്ങിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും നോക്കുക. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോകാൻ പോകുന്നത് എ സി സർക്യൂട്ട്സിലോട്ടാണ്. മാഗ്നറ്റിസം തൽക്കാലം ഇതോടുകൂടി കഴിഞ്ഞു. ഇതിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാകും, നമുക്ക് പിന്നെ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.